ഇതിനകത്ത് ഇപ്പം മീന മാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഫേസ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് മീന മാമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ആക്ച്വലി എന്താ പറയുക, ഈ മാം ഇതിൽ വേണം എന്നുള്ളതിന് കൃത്യമായിട്ട് നമ്മൾ USP ആയിട്ട് ഉപയോഗിച്ചത്, മാം ജനറലി കുറച്ച് നാളായിട്ട് മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സ്വീറ്റ് ആയിട്ടൊരു അമ്മയല്ല. ഇച്ചിരി സ്ട്രോങ് ആയിട്ടും സ്റ്റേൺ ആയിട്ടും ഒക്കെ നിന്നിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുത്ത ഒരു കേപ്പബിൾ സ്വഭാവമുള്ള ഒരമ്മയാണ് എന്ന് പറഞ്ഞത് അതിൽ തന്നെയാണ് മാം ആക്ച്വലി ഒക്കെ ആയത്. പിന്നെ കഥ പറഞ്ഞപ്പോൾ മാം വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് തന്നെയാണ് അതിനെ സ്വീകരിച്ചത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ വിനീത് സാറാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ക്രിപ്റ്റിനെ ഇത്രയും ഇഷ്ടപ്പെട്ട വേറൊരാൾ ആ സെറ്റിൽ ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന് ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും കാണാപ്പാടം അറിയാവുന്ന പോലെ അത്രയും ബൈഹാർട്ടായിട്ട് വന്നേക്കുന്നത്. പിന്നെ പുള്ളിയെ സംബന്ധിച്ചുള്ള ഈ ക്യാരക്ടർ ഇപ്പൊ കേക്ക് വാക്കാണെന്നാണ് പുള്ളിയുടെ അല്ലാത്ത കാര്യങ്ങളിൽ പോലും പുള്ളി ഡൗട്ട് വെക്കും. സുമേഷ് ഇതിപ്പോ ഈ ഒരു ഡ്രീം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാന്നുള്ള രീതിയിൽ പുള്ളിയുടെ കഥാപാത്രത്തിന്റെ ആർക്കിൽ അല്ലാത്ത സാധനത്തിൽ പോലും അദ്ദേഹം എന്താ പറയാ അഭിപ്രായങ്ങളും അറിയാനും ഒക്കെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഹക്കീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടറാണ് സീരീസിനകത്ത് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ക്യാരക്ടർ. കാരണം പുള്ളിയാണ് ഇതിനകത്തേക്ക് ഒരു മിസ്റ്ററിയുടെ എലമെന്റ് കൊണ്ടുവരുന്നത്. ഒരു നെഗറ്റീവ് ഓറയായിട്ട് വരുന്നത് മൂപ്പരാണല്ലോ. അപ്പൊ അതിനകത്തുള്ള ഒരു പുള്ളിയെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഈ ക്യാരക്ടറിന് അങ്ങനെ ഒരു സ്ക്രീൻ മെമ്മറി കാരണം ഒരു ബാധ്യതയുള്ള ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഒരു എക്സെപ്ഷണൽ ആക്ടർ വേണം താനും. ഓൾസോ ഞാൻ ഹക്കീമിനെ ഈ മീറ്ററിൽ കണ്ടിട്ടില്ല. പുള്ളിയുടെ ഈ ഒരു സട്ടിൽ ലുക്ക് എക്സ്ചേഞ്ചുകളും എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു രസം കാണാനായിട്ട് ഒരു ഹൈ ഉണ്ട്. പുള്ളി അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഒരു പ്രധാന കാരണം. പിന്നെ സഞ്ജനെ സംബന്ധിച്ചിടത്തോളം സഞ്ജന വരെ റോസ്ലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കഥയിൽ തന്നെ പുള്ളിക്കാരി ഒരു ഇച്ചിരി മൊണോട്ടോണസ് ആണ്. ഏറെക്കുറെ ഒരേ തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഇവർ മോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ അതൊരിക്കലും അനോയിങ് ആയിട്ട് പോകാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. ഓൾസോ ഇവർക്ക് 17 വയസ്സ് ഏജ് ഉണ്ടെങ്കിൽ പോലും ഒരു 12 വയസ്സുകാരുടെ ഒരു മെച്യൂരിറ്റിയേ ഉള്ളൂ. അപ്പൊ ആ ഒരു കുട്ടിത്തം ലുക്കിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്, എങ്കിൽ ഈ ക്യാരക്ടർ നിൽക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് സഞ്ജനെ നമ്മൾ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ആക്ച്വലി കറക്റ്റ് ആയിട്ട് ആ സ്ലോട്ടിൽ ഫിറ്റ് ചെയ്യാനാവുന്നത്.